CPI ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതിലകം വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നും പൈപ്പിടുന്നതിനു വേണ്ടി പൊളിച്ച ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിന്റെ പണി ഉടൻ പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം. CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. സമീപനമാണ് ഈ കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് കൈക്കൊള്ളുന്നത്. അതോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റി, ശുദ്ധജലം കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള വാട്ടർ അതോറിറ്റി പൈപ്പുകൾ പൊട്ടുമ്പോൾ അത് കൃത്യമായി അത്തരം കാര്യങ്ങളിൽ മെയിൻ്റനൻസ് നടത്താനോ ശുദ്ധജലം ലഭ്യമാക്കാനോ തയ്യാറാകുന്നില്ല. നമുക്കറിയാം, എല്ലാ മാസവും കൃത്യമായി വാട്ടർ അതോറിറ്റിയിൽ നിന്നും ബില്ല് വരും. ബില്ല് വന്നാൽ ബില്ലടച്ചില്ലെങ്കിൽ കണക്ഷൻ കട്ട് ചെയ്യും. എന്നാൽ മാസങ്ങളായി 6, 7, 8 മാസങ്ങളായി, വർഷങ്ങളായി ഒരു തുള്ളി ശുദ്ധജലം പോലും ലഭിക്കാത്ത ഗുണഭോക്താവ് പോലും ഈ വാട്ടർ അതോറിറ്റിക്ക് കൃത്യമായി ബില്ലടയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഗുണഭോക്താവ് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ കൃത്യമായി വാട്ടർ അതോറിറ്റിയെ തീറ്റിപ്പോറ്റി കൊണ്ടു നടക്കുമ്പോഴും കുടിക്കാനുള്ള ഒരു തുള്ളി വെള്ളമെങ്കിലും ഞങ്ങൾക്ക് തരൂ എന്ന് പറയുന്ന ഇവിടെ നാട്ടിൽ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശങ്ങളുടെ ഒരു പൗരന്റെ ഏറ്റവും വലിയ ആവശ്യമായ ശുദ്ധജലം പോലും നിഷേധിക്കുന്ന സമീപനമാണ് വാട്ടർ അതോറിറ്റിയും ഈ ഗ്രാമപഞ്ചായത്തും കൈക്കൊണ്ടിട്ടുള്ളത്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ER ജോഷി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം MD സുരേഷ്, ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി PK റഹീം, മഹിളാ സംഘം മണ്ഡലം ജോയിന്റ് സെക്രട്ടറി രാജി ജോഷി, AYF ജില്ലാ കമ്മിറ്റി അംഗം ദിവ്യ അനീഷ്, PH അബ്ദുള്ള, നജീറ നൂറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. CA ധർമ്മദാസ്, KV പ്രദീപ് കുമാർ, ES സതീശൻ, അലി അസ്കർ, നൌഷാദ് കില്ലാടി, ദീപ പ്രദീപ്, ലിജി പ്രസാദ്, അഷ്റഫ് തണ്ടാശ്ശേരി എന്നിവർ നേതൃത്വം നൽകി.